സണ്ണി തോട്ട്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഷറഫുദ്ദീൻ നായകനായ പെറ്റ് ഡിറ്റക്റ്റീവ് കാണാൻ വേണ്ടി വന്നതാണ്. പറവൂര് ഷഫാസ് തിയേറ്ററിലാണ് വന്ന് കണ്ടത്. കാര്യമായിട്ടുള്ള ആൾക്കാരില്ല, കുഴപ്പമില്ലാത്തൊരു പടമാണെന്നൊരു റിവ്യൂ ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. പടക്കളം അല്ലെങ്കിൽ ഹലോ മമ്മിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും വന്നില്ല, എന്നാലും കുഴപ്പമില്ല, വാച്ചബിൾ ആയിട്ടൊരു പടമാണ്. തീം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തീമാണ്. കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ കോമഡികൾ അത്ര അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. ഇങ്ങനത്തെ സിനിമകളിൽ കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ആവും. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. എന്നാലും ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. നമുക്ക് ഒരു ടൈം പാസ്സായിട്ട് കാണാവുന്ന ഒരു 2 മണിക്കൂർ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഷറഫുദ്ദീൻ ആസ് യൂഷ്വൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ നല്ല രസമായിട്ടുണ്ട്, വിനായകൻ രസമായിട്ടുണ്ട്, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരെ കൂടാണ്ട് സണ്ണി വെയിൻ്റെ ഒക്കെ ഗസ്റ്റ് റോളൊക്കെ ഉണ്ട്. സണ്ണി വെയിൻ്റെ ഗസ്റ്റ് റോളിനൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും കുറേ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അനുപമയൊക്കെ ഇതുവരെ കണ്ടിട്ടുള്ളതിനേക്കാൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് അനുപമയൊക്കെ. അപ്പോൾ ഓവറോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൺ ടൈം വാച്ചബിൾ പടമാണ്. ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് ഞാൻ പറയില്ല, എന്നാലും ഈ കുട്ടികൾക്കൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. കുറേ മൃഗങ്ങൾ, കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹലോ മമ്മി അല്ലെങ്കിൽ പടക്കളം ലെവൽ പ്രതീക്ഷിക്കേണ്ട, എന്നാലും ഷറഫുദ്ദീൻ്റെ മറ്റൊരു നായകനായിട്ടുള്ള ഒരു വാച്ചബിൾ പടമാണ് പെറ്റ് ഡിറ്റക്റ്റീവ്.